ഒന്നും പറയില്ല. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അവിടെ. പക്ഷെ ഈ പറഞ്ഞ ജുവലറി ഉടമയുടെ ഒരാളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഇത് പറഞ്ഞു വന്നിട്ട് അവിടെ ആ സമയത്ത് ഞാൻ കണ്ട കുറെ ആൾക്കാരുണ്ട്. പിന്നെ ലാസ്റ്റ് ഇവരുടെ വണ്ടി ആക്രമിച്ചിട്ട് കൊല്ലത്തുനിന്ന് വന്ന ഒരു കാർ, ഒരു വെള്ള ഇന്നോവയിൽ ഇറങ്ങുന്ന രണ്ട് ജെന്റിൽമാൻമാരായിട്ടുള്ള ആൾക്കാരാണ്. അവർ വൈറ്റ് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം. ഇന്ന ആളാന്ന് എനിക്ക് പറയാം. ഇന്ന ആളെ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. കഴിഞ്ഞ ദിവസം നമ്മുടെ കലാഭവൻ സോബി ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പോസ്റ്റ് ആദ്യം ഒന്ന് കാണാം. ഇതായിരുന്നു ഗൈസ് പോസ്റ്റ്. എക്സ്ക്ലൂസീവ് ന്യൂസ്, 4 പേര് കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ്. ബാലഭാസ്കറിന്റെ കേസിൽ 99% ആദ്യം അറസ്റ്റ് ഇന്ന് 23/1/2025. ഇന്നത്തെ ഡേറ്റ് 24 ഇന്നലെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഈ ഒരു പോസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. ഉണ്ടായേക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. തൽക്കാലം മറ്റു കാര്യങ്ങൾ പുറത്ത് വിടണ്ട എന്ന് കർശന നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം സംയമനം പാലിക്കുന്നു. മറ്റു കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ തന്നെ ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ചേക്കാം. സ്നേഹപൂർവ്വം കലാഭവൻ സോബി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് വന്നേക്കുന്നത്. ഇതിനകത്ത് എത്രമാത്രം ശരിയുണ്ട് എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പ് വേറൊരു പോസ്റ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ഇതും സോബി തന്നെ ഇട്ടേക്കുന്ന പോസ്റ്റാണ്. എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറഞ്ഞ ഇട്ടേക്കാണ്. ബാലഭാസ്കർ കേസ് പ്രതികളെ ഇന്ന് രാവിലെ 2024/1/2025 വെള്ളിയാഴ്ച, അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കോതമംഗലം കോടതിയിൽ ഊന്നുക്കൽ പോലീസ് ഹാജരാക്കിയേക്കും എന്നല്ല, ഹാജരാക്കും എന്ന് തന്നെയാണ് എടുത്ത് പറഞ്ഞേക്കുന്നത്. എന്റെ പേഴ്സണൽ സ്റ്റാഫ് രേഖ ശ്രീധരൻ കൃത്യസമയത്ത് ഇവരെക്കുറിച്ചുള്ള വിവരം ഊന്നുകൽ പോലീസിന് കൈമാറിയിരുന്നു. എന്നിട്ട് പിന്നെ എന്ന് സ്നേഹപൂർവ്വം സോബിയെന്ന് കൊടുത്തു. കേരള പോലീസ് പ്രത്യേക ഊന്നുകൽ പോലീസിന് ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് 4 മണിക്കൂർ മുമ്പ് ഇട്ട പോസ്റ്റാണിത്. ഓക്കെ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറയുന്നത്. എത്രമാത്രം സത്യം ഉണ്ടെന്നും അറിയില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു ന്യൂസ് ചാനൽ ഒന്നും ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ട് ഒന്നുമില്ല. ആർക്കും അറിയില്ല എന്താണ് ഇപ്പൊ സോബി ഇട്ട ഈ 2 പോസ്റ്റ് മാത്രമാണ് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആകെ കൂടി അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ക്രൈം സ്റ്റോറി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ സോബിയുടെ ഒരു വോയിസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ആ ഒരു വോയിസ് ഒന്ന് കേൾക്കാം. എന്താണ് കാര്യങ്ങളെന്ന് അറിയാലോ. ഒരു ചെറിയ ന്യൂസ് കേൾക്കുന്നു. അതൊരു നമ്മളെ സംബന്ധിച്ച ഒരു സന്തോഷ വാർത്തയാണ്. അതുകൊണ്ടാണ് അതെ ഞാൻ വിളിക്കുന്നത്. 6 വർഷവും 3 മാസവും കഴിഞ്ഞ് ഞാൻ എന്റെ പുറകെ അതെ നാളെ അതിനൊരു പരിസമാപ്തി ഉണ്ടാവുന്ന 99.4% ഞാൻ പ്രതീക്ഷിക്കാം. അപ്പോ ചേട്ടാ, ഞാൻ കാര്യത്തിലേക്ക് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞതേ ഉള്ളൂ. കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചേട്ടൻ എന്റെ വിവരണം എനിക്ക് തന്നു കഴിഞ്ഞു. അതായത് ബാലഭാസ്കറിന്റെ മരണത്തിന് ഒരു ഏക ദൃക്സാക്ഷി താങ്കളാണ്. അപ്പോ ആ അപകട മരണത്തിനെ സംബന്ധിച്ച പ്രതികളെ ഏതാണ്ട് അതിനെ സംബന്ധിച്ച് സൂചന കിട്ടി അറസ്റ്റ് ഉണ്ടാകും എന്നൊരു വാർത്ത കേട്ടു എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ താങ്കൾ അത് പറയുമ്പോൾ താങ്കൾ എത്രത്തോളം അതിൽ ഇൻവോൾവ് ആണ് എന്ന കാര്യം നമുക്ക് വ്യക്തം. അതേ, സോബി എക്സൈറ്റഡ് ആണ്. കാരണം 6 വർഷത്തിലധികമായിട്ട് പുള്ളി ഇതിന്റെ പുറകെ നടക്കുകയാണ്. പുള്ളിക്ക് പലതരത്തിലുള്ള വധഭീഷണി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള സമ്മർദ്ദം ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് പല ഇന്റർവ്യൂസിലും സോബി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അന്നേരം ഇതിനകത്ത് പറയുന്നത് 99.4% പ്രതികളെ അറസ്റ്റ് ചെയ്യും, നാളെ തന്നെ അറസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുൻപ് കാണിച്ച ആ ഒരു പോസ്റ്റിനകത്തുനിന്നും നമ്മൾ വ്യക്തമായത് പ്രതികൾ എന്തായാലും അറസ്റ്റ് ആയിട്ടുണ്ട്, ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നുള്ള രീതിയിലാണ്. സോബി കുറച്ച് കാര്യങ്ങളുടെ ഇതിനെപ്പറ്റി ഈ ഒരു ഓഡിയോക്കകത്ത് പറയുന്നുണ്ട്. നമുക്ക് അതോടെ കേൾക്കാം. അപ്പൊ ചേട്ടാ, പിന്നെ ചേട്ടന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? അല്ല, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തോടെ എല്ലാവരും ഒന്ന് സഹകരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അറസ്റ്റ് ചെയ്തേക്കുന്ന ഏജൻസിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. ഈ നാളെ 10 മണി വരെ ഒരു കാര്യം പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും നമ്മൾ ഇത്രയും നാളെ നിന്നതല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞ ആവേശം കൂടി ഒന്ന് പാർട്ടിയൊന്നും ആരോട് പറയുന്നുണ്ടെന്നുള്ള ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു 24 മണിക്കൂർ താഴെ സമയമല്ലേ ഉള്ളൂ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ പണ്ടും നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ 9:26 ആയിട്ടുണ്ട്. നാളെ 10 മണി വരെ ഒന്നും പറയരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയം ഈ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി 10 മണി ആവും. അതുവരെ ഒന്നും പറയരുതാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇട്ടതിന് ശേഷം കുറെ അപ്ഡേറ്റ്സ് മേ ബി വരാം. പക്ഷെ ന്യൂസ് ചാനലൊന്നും ഇത് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതിനെപ്പറ്റി ഒന്നും തന്നെ അവർ പറയുന്നില്ല എന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ടോപ്പ് സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യമാണ്. സോബി എക്സൈറ്റ്മെന്റ് പുറത്ത് വിളിച്ച് പറഞ്ഞതായിരിക്കാം മേ ബി. കാരണം ഞാൻ കണ്ടത് സത്യമുള്ളതാണ്. അതിന് ഒരു ശക്തിക്ക് വന്നിട്ടും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഒന്നിനും സാധിക്കില്ല. നിങ്ങൾ താങ്കൾ നോക്കിയോ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ഭാരതത്തെ എന്ന് ഞാൻ പറഞ്ഞതിലേക്ക് എന്റെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആസൂത്രിത കൊലപാതകം എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു സംഭവം എത്തിയിട്ടുണ്ടെന്നാണ്. അന്നേരം ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ് സോബിയുടെ. നാളെ ആകുമ്പോഴത്തേനും നമുക്ക് അതിന് വൈകുന്നേരത്തോടുകൂടി എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു വരും. ഉറപ്പായിട്ടും വരാൻ ഏജൻസി തന്നെ ഡീറ്റെയിൽ പറയും.
ഏതായാലും താങ്കളാണ് ഇതിന്റെ ഒരു സാക്ഷി എന്ന നിലയിൽ താങ്കൾക്ക് ഈ അറിയിപ്പ് കിട്ടിയിട്ട് എത്ര ദിവസമായി? അതിന്റെ സത്യാവസ്ഥ, ഇതിന്റെ മറ്റു കാര്യങ്ങൾ ഒക്കെ താങ്കൾ അറിയാൻ തുടങ്ങിയിട്ട്, ഇതിലേക്ക് എത്തുന്നു എന്ന കാര്യം അറിയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഒരു 3 ദിവസമായി കാണും. സോ അന്നേരം ഈ ഒരു ന്യൂസ് സോബി അറിഞ്ഞിട്ട് 3 days ആയെന്നാണ് പറയുന്നത്. സോബി ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ളത് നമുക്ക് നോ ഐഡിയ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് സാക്ഷി എന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തി സോബി മാത്രമാണുള്ളത്. അന്നേരം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലതും വിളിച്ചതാകാം. ഈ ഒരു കോൺവെർസേഷന്റെ ഏറ്റവും അവസാനം നോക്കുകയാണെങ്കിൽ സോബി ഒരു കാര്യം പറയുന്നുണ്ട്, പുള്ളിക്കാരൻ സ്ഥലത്തുണ്ടായിരുന്നില്ലെന്ന്. അതുകൂടെ ഒന്ന് കേൾക്കാം. നന്ദി പറയണ്ട. ബാക്കി ഞാൻ നാട്ടിലില്ല. അപ്പൊ ഞാൻ ശനിയാഴ്ച, നാളെ രാത്രി തിരിച്ചെത്തുള്ളൂ. ശനിയാഴ്ച പത്രസമ്മേളനം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ നോക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തോളാം കേട്ടോ. അന്നേരം ഉറപ്പായിട്ടും ഈ പ്രതികളുടെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ ആയിരിക്കും ഐഡന്റിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ സോബി ഇത് അറിഞ്ഞത്. നേരിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ എന്തായാലും ഇവിടെ നടന്നിട്ടില്ല. മേ ബി ഈ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുള്ള സംഭവം നടന്നുകൊണ്ടായിരിക്കണം സോബി ഇത് നേരത്തെ അറിഞ്ഞത്. അതിനുള്ള സ്കോപ്പേ ഉള്ളൂ. അല്ലാതെ സോബി എടുത്ത് പോലീസ് പോയി പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത പോലീസിനില്ല. ഏതായാലും കുറച്ച് കാര്യങ്ങളുടെ സോബി പറയുന്നുണ്ട്, നമുക്ക് അതുകൂടെ കേൾക്കാം. ഈ പറഞ്ഞ മാതിരി എന്താ നമ്മൾ പറയാന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മളോടും കൃത്യമായിട്ട് കാര്യങ്ങൾ അവര് ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് മാത്രം ഈ നാളെ രാവിലെ ഒരു 10 മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അറസ്റ്റ് നാളെ 10 മണിക്ക് ഉണ്ടാവും. അതായിട്ട് നിന്നോ. അത് കസ്റ്റഡിയിലാണ് എന്നൊരു വാർത്ത താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഉറപ്പുമാണ് അല്ലെ? അത് ഉറപ്പാണ്. അതിനെക്കുറിച്ച് തിരിച്ചറിയലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത്ര വരെ എത്തിച്ചിട്ടുണ്ട്. ഈ ഒന്നും ഒരാളെ കൊണ്ട് ചെയ്യാവുന്ന അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു. അപ്പം സോബി ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. സോ ഇവിടെ ഞാൻ വേറൊരു ഓഡിയോ വെക്കാം. 1 മാസം മുമ്പത്തെ സോബിയുടെ ഒരു കോൾ റെക്കോർഡിംഗ് ആണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മേ ബി ഇദ്ദേഹത്തിനെ ആയിരിക്കാം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നും പറയില്ല, അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ ജുവലറി ഉടമയുടെ ഒരാളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം പള്ളിപ്പുറത്താണ് ഈ മരണം. തിരുവനന്തപുരത്തിലെ ജൂലിയർ ഉടമയായിരിക്കില്ല. അല്ലല്ല, അത് കേരളം വ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചു വെച്ച് ഞാനൊന്നും പറയില്ല. കാരണം എങ്ങനെ കണ്ടുപിടിച്ചാലും പറയില്ല. കാരണം ഞാൻ പറയാം, നമ്മൾ ബ്രെയിൻ മാപ്പിംഗ് പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അന്ന് അവിടെ ആ സമയത്ത് ഞാൻ കണ്ട കുറെ ആൾക്കാരുണ്ട്. പിന്നെ ലാസ്റ്റ് ഇവരെ വണ്ടി ആക്രമിച്ചിട്ട് കൊല്ലത്തുനിന്ന് വന്ന ഒരു കാർ, ഒരു വെള്ള ഇന്നോവയിൽ ഇറങ്ങുന്ന 2 ജെന്റിൽമാൻമാരായിട്ടുള്ള ആൾക്കാരാണ്. അവർ വൈറ്റ് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം. ഇന്ന ആളാന്ന് എനിക്ക് പറയാം. ഇന്ന ആളാ. അത് അവരെ കുറിച്ച് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ ജോലിയുടെ ഉടമയിലേക്ക് എനിക്ക് എത്തുന്നത്. നമ്മളും ഈ പറഞ്ഞ കൂട്ടം ആൾക്കാർ കുറ്റം പറയുമ്പോൾ നമ്മൾ നമ്മുടെ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പൊ സോബി ആദ്യം മുതൽ എല്ലാ ഇന്റർവ്യൂസിനകത്തും പറയുന്ന ഒരു കാര്യമാണ് ഒരു ജ്വല്ലറി ഉടമയുടെ ഇൻവോൾവ്മെന്റ്. പുള്ളിക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ല. പക്ഷെ പ്രതികളിലോട്ട് എന്തെങ്കിലും ഒരു ലീഡ്സ് വരുന്ന സമയത്ത് ഈ ജ്വല്ലറി ഉടമയുടെ ഇൻഫ്ലുവൻസ് കാരണം അതെല്ലാം അങ്ങേര് തേച്ച് മായ്ച്ചു കളയുന്നു എന്നുള്ള രീതിയിലാണ് സോബി പറയുന്നത്. കാര്യം ഈ ഒരു കൊലപാതകത്തിൽ അങ്ങേർക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ സ്വർണ്ണമാണ് ഈ പറയുന്ന വണ്ടിക്കകത്തുള്ളത് എന്നാണ് സോബി പറയുന്നത്. അപ്പം സോബി ഈ ഒരു ഓഡിയോക്കകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജ്വല്ലറി ഉടമയുടെ കൂടെയുള്ള ആളുകളെ കണ്ടു, അവരെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. മേ ബി ഈ പറയുന്ന വ്യക്തികളെ ആയിരിക്കണം അറസ്റ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ അസംഷൻസ് മാത്രമാണ്, നമുക്കറിയില്ല ആരാണ് എന്താണെന്ന്. ഓക്കെ, ഇനി ഇന്നലെ കൊടുത്ത ഓഡിയോയുടെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട് ഗൈസ്, അതുകൂടെ ഒന്ന് കേൾക്കാം. ഇത് ശരിക്കും ഒരു ട്വിസ്റ്റ് തന്നെയാണ് അല്ലെ? ഒരു ട്വിസ്റ്റാണ്. ഒരിക്കലും പറ്റാത്തൊരു ടെസ്റ്റാണ്. അതിന് ആ ടെസ്റ്റിലേക്ക് നയിച്ച ഒരാളും കൂടെ ഉണ്ട്. അത് ആ ടെസ്റ്റ് അയാളുടെ ടെസ്റ്റാണത്. ആ ടെസ്റ്റ് ഞാൻ നാളെ പറയാം. ആളെന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകെ നിങ്ങൾ പോകും. അവരങ്ങനെ മറുപടി പറയില്ല. സോ ഇതെന്തോ ദൃശ്യം ലെവലിലോട്ടൊക്കെ പോകുന്ന ഒരു ട്വിസ്റ്റ് ആണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. മേ ബി ഇതുവരെ പിക്ചറിൽ ഇല്ലാത്തൊരു വ്യക്തി ആയിരിക്കാം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാൾ. സോ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എക്സൈറ്റഡ് ആണ്. കാര്യം നമ്മൾ ഒരുപാട് വാർത്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫോളോ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് വീഡിയോസ് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പല അസംഷൻസും നമ്മൾ പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അത്രയും എക്സൈറ്റഡ് ആണ് ഇതിനകത്ത് ഇതിന്റെ ഈ ഒരു കേസിന്റെ ചുരുളഴിയാൻ വേണ്ടിയിട്ട്. മേ ബി എന്താണെങ്കിലും ഇന്ന് നടക്കട്ടെ എന്ന് ആശിക്കുന്നു. മാത്രമല്ല ഇതുവരെ എന്റെ കണ്ണിപ്പെടാത്ത ഒരു കാര്യം കൂടെ ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ ആഡ് ചെയ്യാം. സോബി പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. ആ ഒരു സാക്ഷിയെ പറ്റി എങ്ങും ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് അതുകൂടെ ആഡ് ചെയ്യുന്നത്. 2018 സെപ്റ്റംബർ 24 രാത്രി 10:30ക്കും 11:00 ഇടയ്ക്ക് കൊടകര ഫ്ലൈ ഓവറിന്റെ അടിയിൽ നിന്ന് ബാലിച്ചാറിന്റെ വണ്ടിയിൽ സ്വർണം കയറിയെന്ന് എന്നോട് പറയാം. അപ്പൊ ഞാൻ ചോദിച്ചു, സ്വർണം കയറുക എങ്ങനെ എന്ന് ചോദിച്ചു. അത് കയറി ചേട്ടാ അതിന്റെ അകത്തുനിന്ന് കയറി. അപ്പൊ ഞാൻ ചോദിച്ചു, ബാലു എതിർത്തില്ലെന്ന് ചോദിച്ചു. ബാലു എതിർത്തില്ലെന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബാലുചേട്ടൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ഒച്ച ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളി ഇങ്ങനെ അടുത്ത് ചെവിയിൽ വന്നിട്ട് പറയാ, അവളാ ഇതിനൊക്കെ ഉത്തരവാദിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അവൾ അതാരാന്ന് ചോദിച്ചപ്പോ ബാലുചേട്ടന്റെ ഭാര്യയാണ്. അവര് ബാലുചേട്ടനെ ഷൗട്ട് ചെയ്ത് അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ട് അവരാണ് ഈ സ്വർണം അകത്ത് കയറ്റിയെന്നാണ് പുള്ളി പറഞ്ഞത്.
അപ്പൊ ആ വന്ന വരവിനാണ് ഈ അപകടം ഉണ്ടായത്. ഞാൻ ഈ വിവരം അത് പിറ്റേ ദിവസം തന്നെ ഞാൻ ഫേസ്ബുക്കിൽ സാധാരണ ഇടണമായി ഇട്ടിട്ടുണ്ട്. അതിപ്പോ നോക്കിയാലും കിട്ടും. സിബിഐയുടെ 2ാം പതിപ്പ് വന്നപ്പോ എന്നോട് പറഞ്ഞ ആളുടെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് നിന്ന് ആളെ കാണാമെന്ന് പറഞ്ഞു. അവരതൊക്കെ കുറിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്ന് എന്നെ അറിയിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 സെപ്റ്റംബർ 24 രാത്രി 10:30ക്കും 11നും ഇടയ്ക്ക് കൊടകര ഫ്ലൈ ഓവറിന്റെ അടിയിൽ നിന്ന് അപ്പം ബാലഭാസ്കർ മരിക്കുന്ന ദിവസം അന്ന് രാത്രി നടന്ന കാര്യത്തെ പറ്റിയാണ് സോബി പറയുന്നത്. കൊടകര നന്ദോദ പ്ലേസിന്റെ പേര്. അവിടുത്തെ ഫ്ലൈ ഓവറിന്റെ അടി വെച്ചിട്ട് സ്വർണം ഇദ്ദേഹത്തിന്റെ വണ്ടിക്കകത്തോട്ട് കയറ്റുന്ന കണ്ട ഒരു ദൃക്സാക്ഷിയെ പറ്റിയാണ് ഇവിടെ സോബി പറയുന്നത്. ഈ വ്യക്തിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം CBIയുടെ 2ാം പതിപ്പ് എന്ന് വെച്ചാൽ 2ാമത് അന്വേഷിക്കാമെന്ന് CBI കൈമാറി എന്നും പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തിയെ പറ്റി, ആ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ണിയെ പറ്റി നമ്മൾ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണക്കാരി ആ ലക്ഷ്മിയാണെന്നുള്ള രീതിയിൽ പറയുന്നതായിട്ടും ഈ സോബി ഈ ഒരു വോയിസിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റ് ഞാൻ ഒരു വീഡിയോയിലും ആരും പറയുന്നതായിട്ട് കേട്ടില്ല. ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് പോയൊരു സാധനമാണ്. ഇതിനെപ്പറ്റി എന്തുകൊണ്ട് ആരും അന്വേഷിച്ചില്ല എന്ന് നോ ഐഡിയ. ഞാൻ ഈ ഒരു ന്യൂസ് ഒന്നും കൂടെ ഒന്ന് സെർച്ച് ചെയ്യുന്നതിനിടയിൽ കിട്ടിയ ഒരു സാധനമാണിത്. സോ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ കുറേ കൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു, എന്താണ് ആരാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന്. സോ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. കൂടുതലൊന്നും പറയല്ല. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ ബൈ ബൈ.